പ്രശസ്ത വിക്ടോറിയൻ എഴുത്തുകാരനായ ജെറാൾഡ് മാൻലി ഹോപ്കിൻസിന്റെ ദ വിൻഡോവർ എന്ന കവിതയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതൊരു സോണറ്റ് ആണ്. സോണറ്റ് ഇസ് എ പോയം ഹാവിംഗ് 14 ലൈൻസ്. 14 വരികളുള്ള കവിതയ്ക്കാണ് സോണറ്റ് എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് ഇൻ ദ മോഡൽ ഓഫ് പെട്രാർക്കിൻ സോണറ്റ്. പെട്രാർക്കിൻ സോണറ്റിന്റെ മോഡലാണ്. പെട്രാർക്കിൻ സോണറ്റ്, ഷേക്സ്പീരിയൻ സോണറ്റ്, സ്പെൻസേറിയൻ സോണറ്റ്, ഇങ്ങനെ പല ഡിവിഷൻസ് ഉണ്ട് സോണറ്റിന്. അതിൽ പെട്രാർക്കിയൻ മോഡൽ, സോണറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പെട്രാർക്കിന്റെ മോഡലാണ് പെട്രാർക്കിയൻ മോഡൽ എന്നറിയപ്പെടുന്ന സോണറ്റ്. ആ പെട്രാർക്കിയൻ മോഡലിലാണ് ഈ സോണറ്റ് ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് എഴുതിയിരിക്കുന്നത്. പെട്രാർക്കിയൻ സോണറ്റിന്റെ പ്രത്യേകത, ഇറ്റ് ഹാസ് 2 ഡിവിഷൻസ്, ആൻ ഒക്ടേവ് ആൻഡ് എ സെസ്റ്ററ്റ്. ഒക്ടേവ് ഹാസ് 8 ലൈൻസ് ആൻഡ് എ സെസ്റ്ററ്റ് ഹാസ് 6 ലൈൻസ്. ഒക്ടേവിന് 8 വരികൾ, സെസ്റ്ററ്റിന് 6 ലൈൻസ്. ഇതാണ് സോണറ്റിന്റെ അല്ലെങ്കിൽ ഈ പെട്രാർക്കിയൻ മോഡലിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ദ വിൻഡോവർ എന്ന ഈ കവിത, അതിന്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് ടു ക്രൈസ്റ്റ് അവർ ലോർഡ് എന്നാണ്. ഈ പോയത്തിന്റെ സബ് ടൈറ്റിൽ ടു ക്രൈസ്റ്റ് അവർ ലോർഡ് എന്നാണ്. ഇത് ക്രൈസ്റ്റിന് സമർപ്പിച്ചുകൊണ്ട് എഴുതപ്പെട്ട കവിതയാണ്. യേശു ക്രിസ്തുവിന്, ജീസസ് ക്രൈസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എഴുതപ്പെട്ട കവിതയാണ്. ഈ കവിത എഴുതുന്നത് 1877 വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്നത് കവിത ഒരിക്കലും ആസ്വാദനത്തിനാകാൻ പാടില്ല. കാരണം പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതൻ എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ആ ഒരു ലൈഫിൽ നിന്നും അകന്നു നിൽക്കുന്ന ആളുകളാണ്. പുരോഹിതന്മാരെന്ന് പറയുന്നത് ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു സ്പിരിച്വൽ ലൈഫ്, അതുമായിട്ട് ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ കവിത അങ്ങനെ എഴുതാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് അദ്ദേഹം വിചാരിച്ചു, എന്തുകൊണ്ട് തനിക്ക് ഈ കവിത എന്ന് പറയുന്നത് തൻ്റെ ആത്മീയമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടാ. അങ്ങനെയാണ് അദ്ദേഹം കവിതയിലേക്ക് തിരിയുന്നത്. അതിനുശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ കവിത പബ്ലിഷ് ചെയ്യുന്നത് റോബർട്ട് ബ്രിഡ്ജസ് എന്ന വ്യക്തിയാണ് ഈ കവിത പബ്ലിഷ് ചെയ്യുന്നത്. പോയംസ് ഓഫ് ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് എന്ന കളക്ഷനിലാണ് ഈ വിൻഡോവർ എന്ന ഈ കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് റോബർട്ട് ബ്രിഡ്ജസ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഈ കവിത, ഇതിന്റെ ടൈറ്റിൽ ദ വിൻഡോവർ എന്നാണ്. വിൻഡോവർ എന്ന് പറയുന്നത് ഇസ് എ ബേർഡ്, ഒരു പക്ഷിയാണ്. പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോമൺ കെസ്ട്രൽ. കെസ്ട്രൽ എന്ന് പറയുന്നത് ഒരു ഫാൽക്കൻ ആണ്, നമ്മളുടെ പരിന്തിന്റെ ഒക്കെ വർഗത്തിൽപ്പെട്ട പക്ഷി. അതായത് പ്രാപ്പിഡിയൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ രീതിയിലുള്ള ഒരു പക്ഷിക്കാണ് ഇവിടെ വിൻഡോവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കെസ്ട്രൽ. ഈ പക്ഷിയുടെ പ്രത്യേകത, ഇറ്റ് ക്യാൻ ഹോവർ ഇൻ ദ എയർ. അന്തരീക്ഷത്തിൽ ചിറക് അനക്കാതെ തന്നെ കുറേ നേരം പറക്കാൻ, നമ്മളുടെ പരുന്ത് പറക്കുന്ന പോലെ തന്നെ കുറേ നേരം പറക്കാൻ കഴിയും. അതേപോലെ തന്നെ വളരെയധികം സ്മൂത്തായിട്ട്, യാതൊരു തടസ്സവും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് ഒരുപാട് നേരം ആകാശത്ത് പറക്കുന്ന അതേ സമയം തന്നെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ സെർച്ച് ഫോർ പ്രേ ഇൻ ദ ഗ്രൗണ്ട്. താഴെ അല്ലെങ്കിൽ ഭൂമിയിൽ അതിൻ്റെ ഇരയെ അന്വേഷിക്കാനും വളരെ ദൂരത്തിൽ നിന്നുകൊണ്ട്, നമ്മളുടെ പരുന്തിൻ്റെ അതേ സ്വഭാവം തന്നെയാണ്. വളരെയധികം ദൂരത്ത് പറക്കുന്നതാണെങ്കിൽ തന്നെയും നിലത്ത് അല്ലെങ്കിൽ ആ ഭൂമിയിൽ ചെറിയ കോഴിക്കുഞ്ഞിനെയോ അങ്ങനത്തെ ഏതെങ്കിലും ജീവിയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടിക്കാനുള്ള ആ ഒരു വളരെ ഷാർപ്പ് ഐസാണ്, വളരെയധികം കാഴ്ച, ഐസൈറ്റ് വളരെയധികം ഷാർപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഴിവുള്ള പക്ഷിയാണ് വിൻഡോവർ എന്ന് പറയുന്നത്. ഹോപ്കിൻസ് റിമാർക്ഡ്, ദിസ് പോയം ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഹി എവർ റോട്ട്. താൻ ഇതുവരെ എഴുതിയതിൽ വെച്ച് ഏറ്റവും നല്ല കവിത എന്നാണ് ഹോപ്കിൻസ് ഈ കവിതയെ വിശേഷിപ്പിച്ചത്. ഇനി നമുക്ക് ഈ കവിതയിലേക്ക് പോകാം. ഐ കോട്ട് ദിസ് മോർണിംഗ്, മോർണിംഗ്സ് മിനിയൻ, കിങ്ഡം ഓഫ് ഡേലൈറ്റ്സ് ഡോഫിൻ, ഡാപ്പിൽ ഡോൺ ഡ്രോൺ ഫാൽക്കൺ, in his riding of the rolling level underneath him steady air, and striding high there, how he rung upon the reins of wimbling wind. I caught this morning, morning's minion. Minion means dear one or darling. പ്രഭാതത്തിന് പ്രിയപ്പെട്ട ഒരു പക്ഷിയെ ഞാൻ കണ്ടു. I saw a bird that is very dear to the morning. Kingdom of daylight's dauphin. Dauphin means ഹെയർ അല്ലെങ്കിൽ അനന്തരാവകാശി, കിരീടാവകാശി എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. ദീസ് ആർ ദ റോയൽ ടേംസ്. രാജകീയമായ വാക്കുകളാണ് ഡോഫിൻ. ഇവിടെ കിങ്ഡം ഓഫ് ഡേലൈറ്റ്സ് ഡോഫിൻ, പ്രഭാതത്തിൻ്റെ അല്ലെങ്കിൽ പ്രഭാത വെളിച്ചത്തിൻ്റെ
കിരീടാവകാശിയായ പക്ഷി. രാവിലെ അദ്ദേഹം ഈ കാണുന്ന പക്ഷി വളരെ മനോഹരമായിട്ട് കാണപ്പെടുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു ഡാപ്പിൾ ഡോൺ ഡ്രോൺ ഫാൽക്കൺ. ഡാപ്പിൾ ഡോൺ ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പോട്ടഡ് ഓർ ഹാവിങ് ഡിഫറെന്റ് കളേഴ്സ്, പല നിറങ്ങളിൽ കാണപ്പെടുന്ന, പ്രാപ്പിഡിയന്റെ തൂവലുകൾ പല കളറിലാണ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ആ പക്ഷി പല നിറങ്ങളിൽ കാണപ്പെടുന്നു, വളരെ മനോഹരമായിട്ട്, വളരെ നല്ല രീതിയിൽ, വളരെ അട്രാക്റ്റീവായ രീതിയിൽ കാണപ്പെടുന്നു. ഇൻ ഹിസ് റൈഡിങ് ഓഫ് ദ റോളിംഗ് ലെവൽ അണ്ടർനീത്ത് ഹിം സ്റ്റഡി എയർ. വളരെ മനോഹരമായിട്ട് ഇറ്റ് ഈസ് ഹോവറിങ് ഇൻ ദ സ്കൈ, വളരെ മനോഹരമായിട്ട് ആകാശത്ത് പറക്കുന്നു. അങ്ങനെ ആകാശത്ത് പറക്കുമ്പോൾ ആകാശത്തിലെ ആ എയർ, ആ വായു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ആകാശത്തിലെ കാറ്റിനെ, ആ ഒരു വായുവിനെ കൺട്രോൾ ചെയ്തിട്ടാണ് അത് പറക്കുന്നത്. ആൻഡ് സ്ട്രൈഡിങ് ഹൈ ദെയർ, വളരെ ഉന്നതിയിലാണ് അത് പറക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ മനോഹരമായിട്ട് ആ ആകാശത്തിൽ വളരെ ഗ്രിപ്പോടുകൂടി വളരെയധികം കൺട്രോൾ ചെയ്തിട്ട് പറക്കുന്നു. ഒരു പേടിയുമില്ലാതെ, വളരെ മൂവ്മെന്റ്സ് ഒന്നുമില്ലാതെ വളരെ സ്റ്റഡി ആയിട്ട് പറക്കുന്നു. ആൻഡ് ഹൗ ഹി റങ് അപ്പോൺ ദി റെയിൻ ഓഫ് എ വിംബ്ലിംഗ് വിങ്. വിംബ്ലിംഗ് വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചാട്ടുളി പോലെയുള്ള ചിറകുകൾ, ഇവിടെ ഷാർപ്പ് വിങ്സ്. അതിൻ്റെ ആ ഷാർപ്പ് വിങ്സ് കൊണ്ട് വളരെ കൺട്രോൾ ചെയ്തിട്ട് ആകാശത്തിൽ പറക്കുന്നു. ഇൻ ഹിസ് എക്സ്റ്റസി, എക്സ്റ്റസി മീൻസ് എക്സ്ട്രീം ഹാപ്പിനെസ്. ദ ബേർഡ് ഈസ് ഇൻ എക്സ്ട്രീം ഹാപ്പിനെസ്, വളരെയധികം സന്തോഷമാണ്. ആൻഡ് ദെൻ ഓഫ് ഫോർത്ത് ഓൺ സ്വിങ്. ഒരു സ്വിങ്ങിൽ, അല്ലെങ്കിൽ ഒരു സ്കേറ്റിംഗ് നടത്തുന്ന ആളെ പോലെ, അല്ലെങ്കിൽ ഒരു റൈഡറെ പോലെ, ഒരു കുതിര സവാരിക്കാരൻ തൻ്റെ കുതിരയെ കൺട്രോൾ ചെയ്യുന്നത് പോലെ വളരെയധികം കൺട്രോൾഡ് ആയ രീതിയിൽ ആകാശത്ത് ഇങ്ങനെ പറക്കുന്നു. ആസ് എ സ്കേറ്റേഴ്സ് ഹീൽ സ്വീപ്പ് സ്മൂത്ത് ഓൺ ദി ബോ ബെൻഡ് ദ ഹേൾ ആൻഡ് ഗ്ലൈഡിംഗ് റിബഫ്ഡ് ദ ബിഗ് വിൻഡ്. വളരെയധികം മനോഹരമായിട്ട് ബീറ്റിംഗ് ബാക്ക്, വളരെയധികം സ്ട്രെയിൻ ഒന്നും കൊടുക്കാതെ വളരെ മനോഹരമായിട്ട് സ്മൂത്തായിട്ട് അന്തരീക്ഷത്തിൽ നിന്നും പറക്കുകയാണ് ഈ പക്ഷി. അതിനെ കമ്പയർ ചെയ്യുന്നത് ആസ് എ സ്കേറ്റേഴ്സ് ഹീൽ, ഒരു സ്കേറ്ററുടെ ഹീല് പോലെയാണ്. ഒരു സ്കേറ്റർ എങ്ങനെയാണോ തൻ്റെ കാലുകൾ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് സ്കേറ്റിംഗ് നടത്തുന്നത്, അതേ രീതിയിൽ ഈ പക്ഷി വളരെ മനോഹരമായിട്ട് ഹോവറിങ് ഇൻ ദ സ്കൈ, വളരെ മനോഹരമായ രീതിയിൽ അത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. ഇവിടെ സിമിലിയാണ് നമുക്ക് കാണാൻ കഴിയുക. ആസ് എ സ്കേറ്റേഴ്സ് ഹിൽ, ഇവിടെ വി ക്യാൻ സീ ദ ഫിഗർ ഓഫ് സ്പീച്ച് സിമിലി. ഇവിടെ വിൻഡോവറിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് സ്കേറ്ററിന്റെ ഹീലുമായിട്ടാണ്. ഹിയർ ദ ബേർഡ് ഈസ് കമ്പയർഡ് ടു എ സ്കേറ്റർ. ഹിയർ വി ക്യാൻ സീ എ സിമിലി, ദ ഫിഗർ ഓഫ് സ്പീച്ച് സിമിലി. ദെൻ മൈ ഹാർട്ട് ഇൻ ഹൈഡിങ് സ്റ്റഡ് ഫോർ എ ബേർഡ് ദ അച്ചീവ് ഓഫ് ദ മാസ്റ്ററി ഓഫ് തിങ്. ഹിയർ ദ പോയിറ്റ് ഈസ് വിഷിങ്, കവി ആഗ്രഹിക്കുകയാണ്. ഇൻ ഹൈഡിങ് എന്നാണ് പറയുന്നത്. ആരും അറിയാതെ ആഗ്രഹിക്കുന്നു, ഒളിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടെ ആരും അറിയാതെ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഹീസ് എ ജെസ്യൂട്ട് പ്രീസ്റ്റ്. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും പാടില്ല. ആഗ്രഹങ്ങൾ കൺട്രോൾ ചെയ്യണമെന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് പുരോഹിതന്മാർ. ഇവിടെ മൈ ഹാർട്ട് ഇൻ ഹൈഡിങ് സ്റ്റഡ് ഫോർ എ ബേർഡ്, ആ ഒരു പക്ഷിയെ പോലെ ആകാൻ എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നു. ദ അച്ചീവ് ഓഫ് ദ മാസ്റ്ററി ഓഫ് ദ തിങ്. മാസ്റ്ററി മീൻസ് ഹിയർ പെർഫെക്ഷൻ. ആ ഒരു പക്ഷിയുടെ പൂർണ്ണത പോലെ, ഒരു പക്ഷിയെ പോലെയായി മാറാൻ ഞാനും ആഗ്രഹിക്കുന്നു എന്ന് കവി പറയുന്നു. ദെൻ ഇത്രയുമാണ് ഇതിലെ ഒക്ടേവ്. ഒക്ടേവിൽ പറയുന്നത് ദ അട്രാക്ഷൻ ഓർ he is describing the beauty of the bird. Then he is describing the sestet. In the sestet we can see the religious implications of this poem. ഈ കവിതയിലെ റിലീജിയസ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ്, മതപരമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ്. ആ മതപരമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് എ ഡെഡിക്കേഷൻ ടു ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവാണ് ഇവിടെ. വിൻഡോവർ എന്ന് പറയുന്ന പക്ഷി തന്നെ ഇറ്റ് ഈസ് എ മെറ്റഫർ ടു ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ഒരു മെറ്റഫറായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ ഈ സെസ്റ്ററ്റിൽ അദ്ദേഹം ഇനി വിവരിക്കുന്നത് അതിൻ്റെ റിലീജിയസ് ഇംപ്ലിക്കേഷൻസ് ആണ്. നോക്കാം. ബ്രൂട്ട് ബ്യൂട്ടി ആൻഡ് വാലർ ആൻഡ് ആക്ട്, ഓ എയർ പ്രൈഡ് bloom here, buckle and the fire that breaks from thee then, a billion times told lovelier, more dangerous, O my chevalier. ഇവിടെ കവി പറയുന്നു ബ്രൂട്ട് ബ്യൂട്ടി. ബ്രൂട്ട് ബ്യൂട്ടി ഹിയർ ഇറ്റ് ഈസ് ഓൾസോ എ പോയറ്റിക് ഡിവൈസ്. ഓക്സിമറോൺ എന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രൂട്ട് മീൻസ് ക്രൂവൽ എന്നുള്ള മീനിങ് ആണ്. ബ്യൂട്ടി മീൻസ് സൗന്ദര്യം.
രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ബ്രൂട്ട് ബ്യൂട്ടി ഇസ് an oxymoron. Oxymoron is a figure of speech in which we are comparing two contradictory ideas. ഇവിടെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ബ്രൂട്ട് എന്ന് പറയുന്നതും ബ്യൂട്ടി എന്ന് പറയുന്നതും ഒരിക്കലും ചേരില്ല, രണ്ടും ചേരാത്തതാണ്. അപ്പൊ അങ്ങനെയുള്ള മധുര നൊമ്പരം പോലെയുള്ള വാക്കുകളാണ്. ഹിയർ ഓൾസോ ബ്രൂട്ട് ബ്യൂട്ടി ആൻഡ് വാലർ ആൻഡ് ആക്ട്, ഓ എയർ പ്രൈഡ് പ്ലൂം ഹിയർ. ഇവിടെ അദ്ദേഹം പറയുന്നു ഈ കാര്യങ്ങളെല്ലാം സൗന്ദര്യം, അതേപോലെ തന്നെ ഇവിടെ ബ്രൂട്ട് എന്ന് പറയുന്നത് വൈറ്റാലിറ്റി, ഇതൊക്കെ ഈ പക്ഷിയിൽ കാണാം. ഈ കവിതയിലുള്ള ഈ പക്ഷിയിൽ അല്ലെങ്കിൽ ഈ വിൻഡോവർ എന്ന ഈ പക്ഷിയിൽ നമുക്ക് ഈ എയർ അല്ലെങ്കിൽ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പ്രസ്റ്റീജ്, ആ ഒരു പ്രൈഡ്, ആ ഒരു ഗാംഭീര്യം, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദെൻ ബക്കിൾ ഹിയർ, ബക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രോയ് ഓർ കൊളാപ്സ് വിത്ത് ഫിസിക്കൽ പ്രഷർ എന്നാണ്, നശിച്ചു പോകുക. ആൻഡ് ദ ഫയർ ദാറ്റ് ബ്രേക്സ് ഫ്രം ദി, ആൻഡ് ദ ഫയർ ദാറ്റ് ബ്രേക്സ് ഫ്രം ദി, നിന്നിൽ നിന്നും ആ ഒരു തീ നശിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീ എന്ന് പറയുന്നത് ദ എനർജി ഓർ ദ സ്പിരിറ്റ്. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത് ദ ക്രൂസിഫിക്ഷൻ ആൻഡ് ദ സഫറിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈവൻ ദോ ജീസസ് ക്രൈസ്റ്റ് വാസ് ഗോഡ്, he came in this earth as a man. ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച യേശുക്രിസ്തുവിന് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായി വന്നു. ആ കഷ്ടപ്പാടുകളാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ ഫയർ ദാറ്റ് ബ്രേക്സ് ഫ്രം ദി, എ ബില്യൺ ടൈംസ് ടോൾഡ് ലവ്ലിയർ മോർ ഡേഞ്ചറസ്, ഓ മൈ ഷെവലിയ. ഇവിടെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഇറ്റ് ഈസ് എ മില്യൺ ടൈംസ് ടോൾഡ് ലവ്ലിയർ, വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. ആ സഹനങ്ങളൊക്കെ അനുഭവിക്കപ്പെട്ടു എങ്കിൽ തന്നെയും അവസാനം ജീസസ് ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റു, ആ ഒരു റിസറക്ഷൻ സംഭവിച്ചു. ആ റിസറക്ഷനിലൂടെ ഹി ബിക്കംസ് മോർ അട്രാക്റ്റീവ്, ഒരുപാട് ആകർഷകമുള്ള വ്യക്തിയായി അദ്ദേഹം മാറി. അതേപോലെ തന്നെ മോർ ഡേഞ്ചറസ്, ഓ മൈ ഷെവലിയ. ഷെവലിയർ എന്ന് പറഞ്ഞാൽ യോദ്ധാവ് എന്നാണ് മീനിങ്. ദ പേഴ്സൺ ഹു ഫൈറ്റ്സ് ഓൾവേസ്, എല്ലായ്പ്പോഴും പോരാടുന്ന വ്യക്തി, യേശുക്രിസ്തുവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ദൈവപുത്രന് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായി വന്നുവെങ്കിലും അവസാനം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. ആ ഒരു റിസറക്ഷനിലൂടെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. ത്രൂ റിസറക്ഷൻ ജീസസ് ക്രൈസ്റ്റ് ക്യാൻ റീഗെയിൻ ദ വേൾഡ്. ഈ ലോകത്തെ വീണ്ടെടുക്കാൻ യേശുക്രിസ്തുവിന് അദ്ദേഹത്തിന്റെ കുരിശുമരണത്തിലൂടെയും ആ ഉയർപ്പിലൂടെയും കഴിഞ്ഞു. അതുകൊണ്ട് നോ വണ്ടർ ഓഫ് ഇറ്റ്, sheer plod makes plod down ceiling shine, and blue bleak embers are my dear fall gold themselves and gashed gold vermilion. ഇവിടെ പറയുന്നു നോ വണ്ടർ ഓഫ് ഇറ്റ്, അതിൽ അതിശയിക്കാനൊന്നുമില്ല. ബിക്കോസ് വി ക്യാൻ സീ ദ ഡിവൈൻ പവർ ഇൻ നേച്ചർ. പ്രകൃതിയിൽ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു കയ്യൊപ്പ് നമുക്ക് കാണാൻ കഴിയും. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളിലും നമുക്കറിയാം, നമ്മളുടെ മനുഷ്യരെ തന്നെ നോക്കിയാൽ അറിയാം, ഒരു സാമ്യവും ഇല്ലാത്ത വ്യക്തികളാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ടെങ്കിലും ഒരു വ്യക്തി പോലും സാമ്യം, ഇരട്ടകളിൽ വരെ നമുക്ക് ആ ഒരു സാമ്യം കാണാൻ കഴിയില്ല. അത്രയധികം ആ ഒരു ഡിവൈൻ പവർ നമുക്ക് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളിലും എല്ലാ വസ്തുക്കളിലും നമുക്ക് കാണാൻ കഴിയും. സോ ഷിയർ പ്ലോഡ് മേക്സ് പ്ലോ ഡൗൺ സീലിയൻ ഷൈൻ. മണ്ണ് ഉഴുന്നതിലൂടെ, കലപ്പ വെച്ച് മണ്ണ് ഉഴുമ്പോൾ ആ ഭൂമിക്കടിയിലുള്ള മണ്ണ് തിളക്കമാർന്നതായി മാറുന്നത് പോലെ ഹിയർ സഫറിങ്സ് മേക്സ് us പെർഫെക്റ്റ്. ഇവിടെ നമ്മളുടെ കഷ്ടപ്പാടുകളാണ്, ആ കഷ്ടപ്പാടുകൾ വരുന്ന സമയത്താണ് വി വിൽ ബിക്കം സ്ട്രോങ്, നമ്മൾ ശക്തരായി മാറുകയുള്ളൂ. അതേപോലെ മണ്ണ് ഉഴുതുമറിക്കുമ്പോൾ അല്ലെങ്കിൽ മണ്ണിൽ നമ്മൾ ഒഴുകുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരുന്നത്, അതിൻ്റെ തിളക്കം വരുന്നത്. അതുപോലെ ആൻഡ് ബ്ലൂ ബ്ലീക്ക് എംബേഴ്സ്, ബ്ലൂ ബ്ലീക്ക് എംബേഴ്സ് മീൻസ് ആഷസ്. ഇവിടെ കനൽക്കട്ടയെ പൊതിഞ്ഞിരിക്കുന്ന ചാരം പോലെ, കനൽക്കട്ടയെ പൊതിഞ്ഞിരിക്കുന്ന ചാരം ഊതിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലെ ആ കനൽ തിളങ്ങുന്നത് പോലെ സഫറിങ്സ് മേക്സ് us പെർഫെക്റ്റ്. കഷ്ടപ്പാടുകൾ നമുക്ക് വരുമ്പോൾ നമ്മൾ ശക്തന്മാരായി മാറുന്നു. അങ്ങനെ അതുകൊണ്ട് ഇതിലൊന്നും ഒരു ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അതിശയിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് വി ക്യാൻ സീ ദ ഡിവൈൻ പവർ ഇൻ നേച്ചർ. പിന്നീട് അദ്ദേഹം പറയുന്നു ആ മൈ ഡിയർ fall gold themselves. Here the word fall is used indirectly.
ഇൻഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ദാറ്റ് മീൻസ് കാൽവരിയിലേക്കുള്ള യാത്രക്കിടയ്ക്ക് യേശുക്രിസ്തു 3 പ്രാവശ്യം വീഴുന്നു. ആ വീഴ്ചയെയാണ് ഇവിടെ ഫോൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നീട് ഗോൾ എന്ന വാക്ക് അതും യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. കുരിശിലേക്ക് കിടക്കുന്ന സമയത്ത് അദ്ദേഹം വെള്ളം ആവശ്യപ്പെടുന്നു. അങ്ങനെ വെള്ളം ആവശ്യപ്പെടുമ്പോൾ കുടിക്കാൻ കൊടുക്കുന്നത് കയ്പ് നീരാണ്, പുളിച്ച വീഞ്ഞാണ്, അല്ലെങ്കിൽ വിനെഗർ, ആ ഒരു സാധനമാണ് കുടിക്കാൻ കൊടുക്കുന്നത്. അതാണ് ഇവിടെ ഗോൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗോൾ ദംസെൽസ് ആൻഡ് ഗ്യാഷ് ഗോൾഡ് വേർമിലിയൻ. ഗ്യാഷ് എന്ന വാക്ക് ഇറ്റ് ഷോസ് ദ വൂൺസ്, ആ മുറിവുകൾ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത്, ക്രൂസിഫിക്ഷൻ നടക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൈകാലുകളിലും നെഞ്ചിലും ഒക്കെ തറച്ച ആ ആണിയുടെ മുറിവുകളാണ് ഇവിടെ ഗ്യാഷ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്യാഷ് ഗോൾഡ് വേർമീലിയൻ. വേർമീലിയൻ മീൻസ് റെഡിഷ് കളർ. ഇവിടെ ചോര വാർന്നൊഴുകുന്ന ആ മുറിവുകളിൽ നിന്ന് ചോര വാർന്നൊഴുകുന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചു എങ്കിലും he regained the world or he regained this earth through resurrection. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിലൂടെ അദ്ദേഹം ഈ ലോകത്തെ വീണ്ടെടുത്തു. അതേപോലെയാണ് ഈ പക്ഷിയും. ഈ പക്ഷിക്ക് ഈ ലോകത്തെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ഈ പക്ഷി പ്രപഞ്ചത്തിന്റെ മോർണിംഗ്സ് മീനിയനാണ്. Now we can go through the important themes of this poem. ഈ കവിതയിലെ പ്രധാനപ്പെട്ട തീംസ്. ഫസ്റ്റ് വൺ, it represents the speaker's admiration for the bird. ഈ പക്ഷിയോടുള്ള അദ്ദേഹത്തിന്റെ അഡ്മിറേഷൻ, ആരാധനയാണ് ഒന്നാമത്തേത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹൈലൈറ്റ്സ് ഗോഡ് ആൻഡ് ഹിസ് മാജസ്റ്റി. ദൈവത്തെയും ദൈവത്തിന്റെ ആ ഒരു മാജസ്റ്റി, ആ ഒരു രാജകീയതയെയും ഹൈലൈറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് ഗിവ്സ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഔട്ടർ അപ്പിയറൻസ് ഓഫ് മാൻ ആൻഡ് ഹിസ് ഇന്നർ ലവ് ഫോർ ഗോഡ്. മനുഷ്യന്റെ ആ ഒരു പുറമേയുള്ള ആ അവസ്ഥയും അതേപോലെ തന്നെ മനസ്സിൽ അവൻ ഈശ്വരനെ അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ആ ഒരു അവസ്ഥയും, അത് തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ് ആണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ഗോ ത്രൂ ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദിസ് പോം. ഈ കവിതയിലെ പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറയുന്നതാണ് സിമിലി. ആസ് എ സ്കേറ്റർ, ഹിയർ ദ ബേർഡ് ഈസ് കമ്പയർഡ് ടു എ സ്കേറ്റർ. Then next one is alliteration. Alliteration means repetition of consonant sounds. Example, morning, morning's minion. Here, m sound is repeating. Next one, daylight's dolphin. D sound is repeating. Daylight's dolphin. Next, dapple dawn drawn. D sound is also repeating. And here we can see assonance also. ഇവിടെ ഡോൺ ഡ്രോൺ എന്ന ആ വാക്കിൽ ഓ സൗണ്ട്, വോവൽ സൗണ്ട് ആണ്. അവിടെ നമുക്ക് അസോണൻസ്, വോവൽ റെപ്പറ്റീഷനും കാണാൻ കഴിയും. നെക്സ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് മെറ്റഫർ. ഹിയർ ദ വേർഡ് വിൻഡോവർ ഈസ് ഇൻഡയറക്ട്ലി റെപ്രസെന്റിങ് ജീസസ് ക്രൈസ്റ്റ്. മെറ്റഫർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇംപ്ലൈഡ് കമ്പാരിസൺ ഓർ ഇൻഡയറക്റ്റ് കമ്പാരിസൺ. ഇവിടെ വിൻഡോവർ എന്ന ആ ഒരു പക്ഷിയിലൂടെ യേശു ക്രിസ്തുവിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. Next, personification. Personification means attributing human qualities to inanimate objects. Here also the bird stands for Jesus Christ. Next figure of speech is oxymoron. We have already discussed oxymoron. Oxymoron means comparing two contradictory ideas. Here, brute beauty is the best example. ജെറാൾഡ് മാൻലി ഹോപ്കിൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, he introduced the terms ഇൻസ്കേപ്പ്, ഇൻസ്ട്രസ് ആൻഡ് സ്പ്രങ് റിതം. ഇൻസ്കേപ്പ്, ഇൻസ്ട്രസ്, സ്പ്രങ് റിതം തുടങ്ങിയ ആശയങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ഹോപ്കിൻസ്. അതിൽ സ്പ്രങ് റിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോയറ്റിക് ഡിവൈസ് ഓർ പോയറ്റിക് റിതം ടു ഇമിറ്റേറ്റ് നാച്ചുറൽ സ്പീച്ച്. നാച്ചുറൽ സ്പീച്ച്, നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെയുള്ള ആ ഒരു ടോൺ അല്ലെങ്കിൽ അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോയറ്റിക് റിതമാണ് സ്പ്രങ് റിതം എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് സ്പ്രങ് റിതം ദ ഫസ്റ്റ് സിലബിൾ ഈസ് സ്ട്രെസ്ഡ് ആൻഡ് വി ക്യാൻ സീ എ ലോട്ട് ഓഫ് അൺസ്ട്രെസ്ഡ് സിലബിൾസ്. ഫസ്റ്റ് സിലബിൾ സ്ട്രെസ്ഡ് ആയിരിക്കും, പിന്നീട് വി ക്യാൻ സീ എ ലോട്ട് ഓഫ് അൺസ്ട്രെസ്ഡ് സിലബിൾ. ആൻഡ് ഓൾസോ ആക്സെൻറ്റ്സ് ആർ കൗണ്ടഡ്, നോട്ട് ദ നമ്പർ ഓഫ് സിലബിൾസ്. ഇവിടെ ആക്സെൻ്റ് ആണ് കൗണ്ട് ചെയ്യുന്നത്, അല്ലാതെ നമ്പർ ഓഫ് സിലബിൾസ് അല്ല, മറിച്ച് ആക്സെൻ്റ് ആണ് പരിഗണിക്കുന്നത്. അതാണ് സ്പ്രങ് റിതം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻസ്കേപ്പ്. ഇൻസ്കേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ഓബ്ജക്റ്റ്. ഇവിടെ നമ്മൾ വിൻഡോവർ എന്ന ആ ഒരു പക്ഷിയാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി. ഇറ്റ് ഈസ് കോൾഡ് ദ ഇൻസ്കേപ്പ്.
ഇനി ഇൻസ്റ്റസ് മീൻസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദാറ്റ് ഇൻസ്കേപ്പ് ഓൺ ദ റീഡർ. വായനക്കാരിൽ ഈ ഇൻസ്കേപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു ഫീലിങ്ങിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റിനെയാണ് ഇൻസ്റ്റസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ടേംസ് കണക്റ്റഡ് വിത്ത് ജെറാൾഡ് മാൻലി ഹോപ്കിൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്, സാധാരണ എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. സ്പ്രങ് റിതം എന്താണ്, ഇൻസ്കേപ്പ്, ഇൻസ്റ്റസ് എന്തൊക്കെയാണെന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഇത്രയുമാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.